പറയനെന്നുള്ള നാമം സ്തുതിയോ ദുഷിയോ പരമാർത്ഥം ചൊൽ പരമാർത്ഥം ചൊൽ. പരനും വരനും ഗുരുവും പറയോർ പരമാത്മാവും പരമാത്മജ്ഞാനവും പരിപൂർണാനന്ദം പരമാനന്ദം. പരലോകമാമിതു പരിശുദ്ധരൂപം പരലോകമീ ലോകം സൃഷ്ടി ചെയ്വതിനായി പരനായിട്ടുരുവായോരറിവും പറയോർ. ശ്രുതിയാകും പ്രമാണങ്ങൾ യുക്തിപ്രകൃതികളും പ്രതിദിനമനുഭവാലറിയുന്നതാണീ നാമം. സത്യഋഷീതൻ പുത്രൻ പരാശരൻ പറയൻ വേദം താനാണെന്നറിവോരാകെ പറയരല്ലോ. അറിവോതി കൊടുക്കുന്നോർക്കറിവേറിയോരെന്നുള്ള പദമിന്നു ദൂഷിപ്പിച്ചു പറയനെന്നോതിടുന്നു. പരാശരൻ തൻ പുത്രൻ വ്യാസമുനി പറയൻ അറിവേറി 4 വേദം 6 ശാസ്ത്രമെഴുതി. തിങ്കൾ തലവൻ പറയൻ പരമേശ്വരനല്ലോ ശങ്കരി എന്ന പത്നി പാർവതി താനല്ലയോ. അഗസ്ത്യമുനി പറയൻ പുലസ്ത്യമുനി പറയൻ രാവണമിത്രപുത്രരിന്ദ്രജിത്തും പറയർ പരമേശ്വരനും ശിവനും പറയർ പരിചോടാചാര്യസ്വാമിക്കു ഉപദേശമോദിയില്ലേ. കവിയാദിമാൻ പറയൻ കപിലാചാര്യൻ പറയർ തിരുക്കുറൽ വേദാധിപൻ തിരുവുള്ളവർ പറയർ സാംബവ ഷഡഗോവർ നടയത്താർ പൗദേശികർ നമ്മൾ വരെ പറയർ സത്യമുനി പരന്മാർ ബ്രാഹ്മണർ ക്ഷത്രിയ വൈശ്യശൂദ്രരെന്നവരും പറയരെന്നുള്ളതിൽ നിന്നുളവായോരല്ലാതില്ല. വ്യാസമുനിതൻ വേദ ശാസ്ത്ര പരിജ്ഞാനത്താൽ വേദമറിഞ്ഞനുഷ്ഠി ചാർക്കും ബ്രാഹ്മണരാവാം. നന്ദൻ പറയൻ ചെയ്ത മഹാത്മ്യ കൃത്യങ്ങൾ ഒന്നൊഴിയാതെ ചൊൽകിയിലിന്നു മോടുങ്ങിടുമോ. വിത്തു വിതച്ചിടാതെ സത്യം വിത്തായി മുളപ്പിച്ചുത്തമനൊരു രാത്രിയാൽ നെല്ലു വിലയിച്ചു. ചിദംബര ദർശനത്തെ തടഞ്ഞടിച്ച ബ്രാഹ്മണർ ചിതമോടെ സ്വാമിജി എന്നോതി നമിച്ചു പാദം. പെട്ടെന്നുണ്ടായത്ഭുതം കേട്ടു ഞെട്ടി ജനങ്ങൾ ഒട്ടല്ലനേകർ വന്നു കുമ്പിട്ടു സ്വാമിജിയെ. പറച്ചിയിൽ വരരുചിക്കു ജനിച്ചു 12 മക്കൾ പരമഭക്തരായി പാരിടത്തിൽ വസിച്ചു. മേളത്തോടഗ്നിഹോത്രി ചെമ്മാൻ തിരുമേനിയും ഉളിയന്നൂർ പേരുന്തച്ചൻ തിരുവങ്കത്തു പാണരാം തൃത്താലപ്പനും ഉപ്പുകൂറ്റനും പിന്നെ ആകവൂർ ചാത്തനും പാടുതലനായ കാരയ്ക്കലമ്മയും നാരായണത്തു ഭ്രാന്തൻ പാക്കനാർവായില്ല കുന്നിലെയപ്പനും. നാരായണത്തു ഭ്രാന്തൻ ചെയ്തോരോ പ്രതിഷ്ഠകൾ നാരായണ
എന്തു മഹാത്മ്യം. വൈക്കം കടുത്തുരുത്തി ഏറ്റുമാനൂരും അമ്പലപ്പുഴ ശ്രീകൃഷ്ണാശ്രമവും വിഷ്ണു മതസ്ഥാപകൻ ഷഡഗോപർ പറയുന്നാൻ പരിപൂർണാനന്ദം പരിപൂർണാനന്ദം. പാർവതി ദേവിനാഥനാദിശിവൻ പറയൻ ഭഗവൽ ചൊല്ലിതു ഭഗവൽ ചൊല്ലിതു. മധുര മീനാക്ഷി ദേവി പാർവതിക്കിന്നും പറയൻ ശിവഭക്തൻ താലി കെട്ടിയിടുന്നു. ചാത്തൻ നമ്പൂതിരിയോടു തേവാരത്തെ കേട്ടപ്പോൾ സത്യം മറച്ചു മാടപ്പോത്തിനെയാണെന്നോതി. ചാത്തൻ ബ്രഹ്മത്തെ മാട പോത്തെന്നു ധ്യാനിച്ചപ്പോൾ പോത്തു ചാത്തനു പ്രത്യക്ഷീഭവിച്ചുടൻ തന്നെ. ചാത്തൻ ബ്രഹ്മത്തെ മാട പോത്തെന്നു ധ്യാനിച്ചപ്പോൾ പോത്തു ചാത്തനു പ്രത്യക്ഷീഭവിച്ചുടൻ തന്നെ. ചാത്തനും മാടപ്പോത്തും പൂച്ചിറപ്പരദൈവം സത്യമായി തീണ്ടൽ തൊടിയിലില്ലി പരാപരന്. ഏവർക്കും വന്നിച്ചിടാം ഏവർക്കും പൂജിച്ചിടാം ഏക ബ്രഹ്മമീ മൂർത്തി ഏവർക്കും ഒരുപോലെ. പോത്തിനെ കാണാനായി പോറ്റിച്ചാത്തനെ കേട്ടു ഒണ്ടിക്കാട്ടിലെന്നോതി തൊണ്ടിക്കാടന്നായിപ്പോൾ. പാക്കനാർ പാരിടത്തിൽ പരമസിദ്ധികൾ ചെയ്തു തർക്കത്തിൽ സിദ്ധി മൂലം അസംഖ്യം ബ്രാഹ്മണ തോറ്റു. ജ്ഞാനരൂപമായീശൻ ജ്ഞാനലോകം സൃഷ്ടിച്ചു. ജ്ഞാനം വഴി പോൽ സർവ സൃഷ്ടികളുമുണ്ടായി. തന്നെ അറിഞ്ഞറിവിൽ താനാകെയെന്നറിവു മൂലബ്രഹ്മം താനായി നാമസങ്കീർത്തനമായി. പരമഗതിക്കു വഴി പറയും പരമാത്മാക്കൾ പരനും വരനും ഗുരുവും പറയോ. ലോകമുണ്ടാകും മുൻപ് ഈശൻ ജ്ഞാനസ്വരൂപി ലോക സൃഷ്ടികൾക്കുള്ളിൽ ജ്ഞാനമായി നിൽക്കുന്നീശൻ. പറയനെന്നുള്ള നാമം സ്തുതിയോ ദുഷിയോ പരമാർത്ഥം ചൊൽ പരമാർത്ഥം ചൊൽ. പരനും വരനും ഗുരുവും പറയോ പരമാത്മാവും പരമാത്മജ്ഞാനം